അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുഹമ്മദ് ഹിഷാം, തൃശ്ശൂർ ജില്ലയിലെ നൂറുൽ ഹുദ എഡ്യൂക്കേഷൻ സെന്റർ ചെറുതുരുത്തിയിലെ 1ാം വർഷ വിദ്യാർത്ഥി. ഒരു സംഘടന ഒരു സമൂഹത്തിന്റെ ആത്മാവും സംരക്ഷണവും ഒരുമിച്ച് ഏറ്റെടുക്കുമ്പോഴാണ് ചരിത്രമാകുന്നത്. അതാണ് സമസ്ത. കേരളത്തിലെ മുസ്ലിം മുന്നേറ്റത്തിന് കാവൽക്കാരായി നിൽക്കുന്ന നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ദൗത്യത്തിന്റെ പേര്. പ്രവാചക കാലം മുതൽ തുടർന്നു വന്ന് സംശുദ്ധ പൈതൃകത്തിന് വിഘ്നം സൃഷ്ടിച്ചുകൊണ്ട് ചില പരിഷ്കരണ ചിന്തകൾ ഉടലെടുത്തുകയുണ്ടായി. മഹാന്മാരായ പണ്ഡിതർ 1926 ജൂൺ 26 അതുകൊണ്ടാണ് സമസ്തക്ക് രൂപം നൽകിയിരുന്നത്. സമസ്തയുടെ രൂപീകരണത്തോടെ വിദഗ്ധ പ്രസ്ഥാനങ്ങളുടെയും വ്യാജ ത്വരീഖത്തുകളുടെയും ആത്മീയ ചൂഷകരുടെയും പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു സമസ്ത. സമൂഹത്തെ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കീഴിൽ ഉറപ്പിച്ചു നിൽക്കാൻ സമസ്തക്ക് കഴിഞ്ഞു. 1951 വിദ്യാഭ്യാസ ബോർഡിന് തുടക്കം കുറിച്ചതോടെ സമസ്ത വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. 10,000-കണക്കിന് മദ്രസകളും 100-കണക്കിന് അറബിക് കോളേജുകളും പ്രീ സ്കൂളുകളുമായി സമുദായത്തെ ദിശാബോധം സമസ്ത നൽകിക്കൊണ്ടേയിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ ഉറച്ചു നിന്ന് കൊണ്ട് പുതിയ കാലഘട്ടത്തിലെ ചുവരെഴുത്തുകൾ വായിക്കാൻ കഴിയുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിനു വേണ്ടി സമസ്ത ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിച്ചു. അതാണ് നമ്മൾ ഇന്ന് വിദ്യ നുകരുന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ അഥവാ SNEC. ഈ സംവിധാനത്തിൽ 1000-കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് വിദ്യ നുകരുന്നു. വിവരവിനിമയ രംഗത്തുണ്ടായ വേഗത്തെ നിഷേധിക്കുന്നതിനു പകരം അതിൻ്റെ സാധ്യതകളെ ജ്ഞാനരംഗത്തും ഭൗതിക രംഗത്തും വ്യാപാര രംഗത്തും പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്ത. പല പദ്ധതികളും ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള സംവിധാനം മാറിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ ബോർഡിന് പുറമെ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്നീ ഒട്ടനവധി പോഷകഘടകങ്ങൾ സമസ്തക്ക് കീഴിൽ ഇന്നും പ്രവശ്യമാണ്. മുസ്ലിം സമുദായത്തിൽ നിന്നും ചിലരുടെ എതിർപ്പ് ഉണ്ടായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൂറ്റാണ്ട് കാലമായി നിൽക്കുകയാണ്. പാരമ്പര്യ ഇസ്ലാമിന്റെ വിശുദ്ധമായ നിലപാടിൽ സമസ്ത ഉറച്ചു നിൽക്കുന്നു. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കൊളുത്തിവെച്ച ആ വിളക്ക് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശൈഖുനാ ശംസുൽ ഉലമയുടെയും കരങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെയും ശൈഖുനാ ആലിക്കുട്ടി ഉസ്താദിന്റെയും തിരുകരങ്ങളാൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് സമസ്തയുടെ കീഴിൽ മരിക്കുന്നതുവരെയും നിലനിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.